വിശാഖ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണമാണ്. അത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുള്ളവരാണ്. ആരുടെ മുമ്പിൽ തലവുരിക്കാനൊക്കത്തില്ല. അവർക്കുള്ള പ്രത്യേക ഒരു കോർഡിനേഷനാണ്. ഇത് വ്യാഴത്തിലാണ് അവർ ജനിച്ചത്. 27 വയസ്സ് വരെ അവർക്ക് ശനി ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ 27 വയസ്സിന് ശേഷം 44 വയസ്സിനാകുമ്പോഴേക്ക് അവർ അറിയപ്പെടുന്ന വ്യക്തികളായിത്തീരും. 27 വയസ്സിനാകുമ്പോഴേക്ക് കുടുംബങ്ങളിൽ ഒരുപാടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. ആ ദോഷങ്ങൾ മാറ്റുന്നതിന് സർവേശ്വരന് അവനവന്റെ നീളത്തിൽ വെള്ളിനൂല് വാങ്ങിച്ചിട്ട് സർപ്പദൈവങ്ങൾക്ക് കൊടുക്കണം. നമുക്ക് ഈ രാഹുദോഷങ്ങളും ശനിദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശിവനെയും ശാസ്താവിനെയും കാണണം. അതുപോലെ തന്നെ സർപ്പദൈവങ്ങൾക്ക് നൂറുമ്പാൽ നടത്തണം, പാട്ട് പാടിക്കണം. ഇതൊക്കെയാണ് ആ സമയം. 44 വയസ്സിന് ശേഷം അവരുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. 27 വയസ്സ് മുതൽ 44 വയസ്സിന് ശേഷം പിന്നെ അവർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ വരുന്നു. 51 ശേഷം അവർക്ക് 71 വയസ്സ് വരെ ശുക്രദശയാണ്. അപ്പൊ ഈ രാഹുവും വ്യാഴം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഈ ചൊവ്വാദോഷങ്ങളും കേതുദോഷങ്ങളും മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അനർത്ഥങ്ങളും അർത്ഥനാശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരും എല്ലാം ഉണ്ടാവും. വിശാഖം നാളുകാർ ആരെയും അനുസരിക്കത്തില്ല. അവർക്ക് ചില തീരുമാനങ്ങളുണ്ട്. അവർക്ക് യഥാർത്ഥമായി പറഞ്ഞാൽ കണ്ടീഷൻ, അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷനിൽ നിന്ന് അവർ പിന്മാറുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. അതാണ് വിശാഖം. ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് എതിർത്ത് നമ്മൾ പറഞ്ഞാൽ അവർ നമ്മളെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് സ്വയമേ ചില തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് അവരെടുക്കുന്നിടം വിജയിക്കണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാവും. അതാണ് വിശാഖം. അതുകൊണ്ട് കുഴപ്പമില്ല. ദീർഘായുസുള്ളവരാണ് വിശാഖം. അസുരഗണമാണ്. ആരെയും അംഗീകരിക്കത്തില്ല. അവർക്ക് എപ്പോഴും അവരുടെ കോർഡിനേഷൻ അതുപോലെ തന്നെ അവരൊക്കെയാണ് ഈ കണ്ടീഷൻ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ടു കണ്ടീഷൻ ഫോർ കണ്ടീഷൻ ആൻഡ് പെർമനന്റ് കണ്ടീഷൻ ടു ബെനിഫിഷ്യൽ കണ്ടീഷൻ ആൻഡ് ഈക്വാലിറ്റി കണ്ടീഷൻ ഇട്ട ബെസ്റ്റ് ലൈഫ് അവർ ഫാമിലി വിത്ത് ഫ്രണ്ട്സ് എന്ന് പറയും. ആരെയും അവർക്ക് തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ തന്നെ അവർ മരിക്കുന്നവരെ നിൽക്കും. ഈ ലോട്ടറി എടുക്കുന്ന രാഹുർ, ഗുളിയൻ, യമകാന്തങ്ങളെ, കറുത്തവാവ്, വെളുത്തവാവ്, ചതുർത്ഥി ലഗ്നത്തിൽ കേതു നിൽക്കുന്ന സമയത്ത് ലോട്ടറി എടുക്കരുത്. പറഞ്ഞോ. ഞായറാഴ്ച 4 മുതൽ 6 വരെ രാഹുർ, തിങ്കളാഴ്ച 7 മുതൽ 9 വരെ രാഹുർ, ചൊവ്വാഴ്ച 3 മുതൽ 4 വരെ രാഹുർ, ബുധനാഴ്ച 12 മുതൽ 1:30 വരെ രാഹുർ, വ്യാഴാഴ്ച 1:30 മുതൽ 3 വരെ രാഹുർ, വെള്ളിയാഴ്ച 10 മുതൽ 12 വരെ രാഹുർ, ശനിയാഴ്ച മുതൽ 10 വരെ രാഹുർ. ഈ രാഹുർ സമയത്ത് ഈ ലോട്ടറി എടുക്കരുത്. രാഹുർ എപ്പോഴും തടസ്സം ഉണ്ടാക്കും. അതാണ് ഒരാഴ്ചയിൽ നമുക്ക് ഈ 7 ദിവസങ്ങളിലും 1.5 മണിക്കൂർ വീതം രാഹുർ ഉണ്ടാവും. രാഹുർ എപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. അവരോരോ നമ്പറിൽ ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് പറഞ്ഞാൽ ഈ നമ്പറിൽ അശ്വതി മകം മൂലം കേതു. അപ്പൊ കേതുവിൽ ജനിക്കുന്നവർക്ക് 9 നമ്പറാണ്. അശ്വതി മകം മൂലമാണ്. മകം മംഗപ്രകണം, മൂലം അസുരഗണമാണെങ്കിലും ഇവർ നക്ഷത്രത്തിൽ മൂലക്കാരെന്ന് പറഞ്ഞാൽ പെൺമൂലം നിർമൂലമാണ്. നക്ഷത്രത്തിലുള്ള പെൺപിള്ളാരെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ അവർക്കുള്ള ജീവിതം കണ്ണുനീരും ദുഃഖമായിരിക്കും. നമ്മളിപ്പോ ഒരു കാര്യം പറയുന്നത് മനസ്സിലാക്കണം. നമ്മളൊരു വിവാഹം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ആദ്യം എടുത്ത് അവളെ അങ്ങ് തോളയിലിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ സ്വഭാവം മോശമാണെന്ന് കഴിയുമ്പോൾ എടുത്ത് ഇളിയിലോട്ടാക്കും. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ താഴോട്ട് നിർത്തും. പിന്നെ അവൾ പന്നലാന്ന് പറഞ്ഞ് ദൂരോട്ട് മാറ്റും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഭാര്യയെ ആദ്യം മധ്യമം അന്ത്യമം വരെ ഒരേ ലെവലിൽ കാണണം.